ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ചീര പക്കോടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചീര ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് കഴിക്കും. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ ചീര കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇനി കാണുന്നത്. ചീര മാത്രമല്ല, വെണ്ടയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചീരയുടെ വലിയ ഇല നോക്കിയിട്ട് നമ്മൾ കളക്ട് ചെയ്തെടുക്കണം. ഒരു വലിയ ഇലകളായിട്ടാണ് നമ്മൾ ചീര പക്കോട തയ്യാറാക്കാൻ പോകുന്നത്. അരിഞ്ഞിട്ടൊന്നല്ല നമ്മൾ തയ്യാറാക്കുന്നത്, ഇല അങ്ങനെ തന്നെ നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ചീര ഉണ്ടായിട്ടുണ്ട്. ഗ്രോ ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീരയുടെ വലിയ ഇല നോക്കിയിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8-10 ഇല ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലമാവ് ഒരു 2 കപ്പാണ്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ബേക്കിംഗ് സോഡ ഒരു നുള്ള്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നല്ല ലൂസ് ആവാൻ പാടില്ല, ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് ഇല മുക്കിയിട്ട് അതിൽ എണ്ണയിലിട്ട് വറുത്ത് കോരാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ ഇലയുടെ മുകളിലൊന്നും ഈ ബാറ്റർ പിടിക്കില്ല. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം ആവാനായിട്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഇല എടുത്തിട്ട് ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നമ്മൾ ഓരോ ഇല എടുത്തിട്ട് ഇതേപോലെ ബാറ്ററിൽ മുക്കുക, എന്നിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് ചീര പക്കോട വറുത്തതിന് ശേഷമുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരും. Thank you.